മഴ ഒരു ആശങ്കയുണ്ടാക്കുമോ? ഓണം ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ മഴ പ്രശ്നമുണ്ടാക്കുമോ എന്നുള്ളൊരു ആശങ്ക നമുക്ക് ഇല്ലാതില്ല. എല്ലായിടത്തും മഴ പെയ്യുകയാണ്. നമ്മളൊക്കെ രാവിലെ ഒരുപാട് നനഞ്ഞിട്ടൊക്കെ ഓഫീസിലെത്തിയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും മഴയുടെ വിശേഷങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഓണവും അടുത്ത് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മഴ ഉണ്ടാക്കുന്ന ആശങ്കകൾ എന്നൊക്കെ അറിയേണ്ടത്. ശ്രീജ, അങ്ങോളം ഇങ്ങോളം അറിയണം. അതുകൊണ്ട് നമ്മുടെ 3 റീജിയനിലെ ആൾക്കാർ ഒപ്പം ചേരുകയാണ്. അവരിലേക്ക് ചോദിക്കാം നമുക്ക് അല്ലേ? തീർച്ചയായിട്ടും. പ്രശാന്ത് ഉണ്ട്, ഒപ്പം തന്നെ രജിത്ത് ഉണ്ട്, അതുപോലെ തന്നെ രേഷ്മയുണ്ട്. ആദ്യം പ്രശാന്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. മൊത്തം മഴയാണ്, പക്ഷേ ഓണം ഇങ്ങെത്തി, അതുകൊണ്ട് തന്നെ ഒരു ആശങ്കയുടെ ഒരു സാഹചര്യം ഉണ്ടോ? മൊത്തത്തിൽ ഇപ്പോൾ മധ്യ കേരളത്തിലെ വിവരങ്ങൾ നൽകാനാണല്ലോ പ്രശാന്ത് നിൽക്കുന്നത്. മധ്യ കേരളത്തിലെ ഒരു സ്ഥിതി എങ്ങനെയാണ്? ശ്രീജ, ഗുഡ് മോർണിംഗ്. അഖില, ഏതായാലും മഴയാണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി ഇപ്പോൾ ഓണം ആഘോഷത്തിനും ഓണം ആഘോഷങ്ങൾക്കൊക്കെ വിലങ്ങുതടിയായി നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ തന്നെ വൈകിട്ടൊക്കെ തന്നെ മഴ പെയ്തതുകൊണ്ട് തന്നെ ജനങ്ങൾ പിന്നീട് പുറത്തിറങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും വലിയ ഒരു പ്രതീക്ഷയാണ് എല്ലാവരും മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്നും മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. മധ്യ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇടുക്കി, അതുപോലെ തന്നെ പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ, കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് അതിശക്തമായ മഴ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ എറണാകുളത്തും തൃശ്ശൂരും മഴ പറയുന്നുണ്ട്. 8 ജില്ലകളിലാണ് നിലവിൽ സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ശ്രദ്ധേയമായ കാര്യം. മറ്റൊന്ന്, ഈ മഴയുടെ അലർട്ട് നിൽക്കുമ്പോൾ തന്നെ തീരദേശ മേഖലയിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. ഒപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനുണ്ട്. 1 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയരാനുള്ളൊരു സാധ്യതയാണ് പ്രധാനമായും പറയുന്നത്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നെന്ന് പറയുന്നത് ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശം കൂടി ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. അതിശക്തമായ ഇടിമിന്നലുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി ഉണ്ട്. മലയോര മേഖലയിൽ കുറെ കൂടി ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഇതാണ് അലർട്ടുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ പൂരാടമാണ്. സ്വാഭാവികമായും ഓണത്തിന്റെ വലിയ തിരക്കിലേക്ക് മലയാളികൾ എത്തുന്ന ഒരു ദിവസമാണ്. ഇന്ന് കനത്ത മഴ പെയ്യുകയാണെങ്കിൽ അത് കച്ചവട സംവിധാനത്തെയും ഒപ്പം തന്നെ ജനങ്ങളുടെ ഓണ ആഘോഷത്തെ ഉൾപ്പെടെ അത് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്നലെയും അത് പല സ്ഥലങ്ങളിലും ദൃശ്യമായതാണ്. ശ്രീജ, അഖില. ശരി, നമുക്കിനി രജിത്തിലേക്ക് പോകേണ്ടതുണ്ട്. തെക്കൻ കേരളത്തിൽ രാവിലെ മുതൽ മഴയാണ്. അതായത് പലയിടത്തും വെള്ളം കയറുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു. അത്ര ശക്തമായി മഴ പെയ്യുകയാണ്. രജിത്ത് വിവരങ്ങൾ നൽകും. രജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ മഴയാണ് പ്രശാന്ത് സൂചിപ്പിച്ച പോലെ ഓണം, ആ മഴ ഏതെങ്കിലും തരത്തിൽ ഓണത്തിൻ്റെ ആ ഒരു ആഘോഷങ്ങളുടെ മോടി കുറയ്ക്കുമോ എന്നുള്ളൊരു ആശങ്കയാണ് ആളുകൾക്കുള്ളത്. എങ്ങനെയാണ് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലെ ഒരു കാഴ്ചകൾ? തീർച്ചയായും ഈ ആഴ്ച ഓണത്തിൻ്റെ ഓണ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഓണം വാരാഘോഷത്തിന് സംസ്ഥാനത്ത് തുടക്കം കുറിച്ചു. പക്ഷേ അത് മഴ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും ഒന്നും മഴ അല്ലെങ്കിൽ യെല്ലോ അലേർട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും രാവിലെ മുതൽ തന്നെ ശക്തമായ മഴ, പുലർച്ചെ മുതൽ തന്നെ ശക്തമായ ഒരു മഴ ഈ ജില്ലകളിൽ തുടരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ട ജില്ലയിൽ മാത്രമാണ് നമ്മളുടെ റീജിയനിൽ ശരിക്കും മഴയിൽ ഉൾപ്പെട്ടിട്ടുള്ള ജില്ല. പക്ഷേ ശക്തമായ മഴ തിരുവനന്തപുരത്ത് രാവിലെ മുതൽ തന്നെ തുടരുകയാണ്. അത് ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഒരു പക്ഷേ ഇനി അലർട്ടുകളിലൊക്കെ വ്യത്യാസം വരാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്കിൽ തന്നെയും ഈ വരുന്ന മണിക്കൂറുകളിൽ മഴ ശക്തമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഉള്ള അറിയിപ്പ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓണം മഴ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ മഴയ്ക്ക് വ്യത്യാസമുണ്ടാകും. ഇന്നും നാളെയും മാത്രമാണ് മഴയുടെ അലർട്ട് കൃത്യമായിട്ടുള്ളത്. യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്നും നാളെയും മാത്രമാണ്. അത് തിരുവോണമാകുമ്പോഴത്തേക്കും മഴ മാറുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നതും. നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത്. എന്നാൽ കർശനമായ ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ജാഗ്രതാ നിർദ്ദേശം എല്ലാവരും കൃത്യമായി പാലിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. മലയോര മേഖലകളിലടക്കം മലയോര മേഖലയിലേക്കടക്കമുള്ള യാത്രകളും ഒപ്പം തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ കേരളത്തിൻ്റെയും അതുപോലെ തന്നെ ലക്ഷദ്വീപിൻ്റെയും തീരപ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനം അടക്കം നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അത്തരം നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച ആളുകൾ മുന്നോട്ട് പോകണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൂടി നൽകുന്ന മുന്നറിയിപ്പ്.
ശരി രജിത്ത്, ഇനി നമുക്ക് വടക്കൻ കേരളത്തിലെ കാര്യങ്ങൾ കൂടി കണ്ണൂർ അറിയാം. കാസർഗോഡ് ജില്ലകളിലൊക്കെയാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് നമുക്ക് രേഷ്മയോട് തന്നെ ചോദിക്കാം. രേഷ്മ, ഗുഡ് മോർണിംഗ്. ആകെ മൊത്തം മഴയാണ്. ഓണം വൈബ് കുറയുന്നുണ്ടോ? അവിടെ നിന്നുള്ള വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ശ്രീജ, അഖില. ഇന്ന് മഴ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. അതുകൊണ്ട് ഇന്നലെ പുലർച്ചെ മുതൽ തന്നെ മഴ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, റോഡുകളിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട് ചെറിയ രീതിയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് വ്യാപാരികൾക്കുൾപ്പെടെ ഒരു ആശങ്കയുണ്ട്. കാരണം ഓണമാണ്. ഇവിടെ മിഠായിത്തെരുവ് ഉൾപ്പെടെയുള്ള വ്യാപാര കേന്ദ്രങ്ങളുണ്ട്. മലപ്പുറത്തുനിന്ന് ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്ന ഒരു കേന്ദ്രമാണ് ഇവിടെ. ഈ ഒരു കച്ചവട സീസണിൽ തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ ശക്തമാകുമ്പോൾ വ്യാപാരികൾ ഉൾപ്പെടെ ആശങ്കയിലാണ്. ഒപ്പം തന്നെ ഈ ബീച്ചിൽ ഉൾപ്പെടെയുള്ള മേഖലയിൽ, വിനോദസഞ്ചാര മേഖലയിൽ ഉൾപ്പെടെ നേരിയ രീതിയിൽ ആളുകളോട് പോകുന്നതിനുൾപ്പെടെ ഒരു ഉയർന്ന തിരമാലയ്ക്ക് സാഹചര്യമുള്ള ഘട്ടത്തിൽ ആളുകളോട് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ മഴ തന്നെയാണ് മെയിനായിട്ട് ഇപ്പോൾ വ്യാപാരികൾക്കുൾപ്പെടെ പ്രശ്നമുള്ളത്. ഓണക്കോടി ഉൾപ്പെടെ എടുക്കാൻ വരുന്ന ആളുകൾക്കുൾപ്പെടെ ഈ ഒരു മഴ നേരിയ ഒരു അസ്വാരസ്യം സൃഷ്ടിക്കുകയാണ്. ശ്രീജ, അഖില. തീർച്ചയായിട്ടും രേഷ്മ, അപ്പോൾ മൊത്തത്തിൽ മഴ ഒരു ഭീഷണി അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കാതില്ല അല്ലേ? തീർച്ചയായിട്ടും. അതായത് നമ്മുടെ ആഘോഷങ്ങൾ എപ്പോഴും മഴയൊക്കെ വന്നാൽ അതിൻ്റെ ഒരു പ്രൗഢി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോടി കുറഞ്ഞു പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു കുറയാതിരിക്കാനുള്ള എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഇതിൽ നമുക്ക് കരുതൽ വേണം. ജാഗ്രതയോടെ മുന്നോട്ട് പോകണം. ഈ അധികൃതർ മാറി താമസിക്കാനൊക്കെ നിർദ്ദേശിച്ചാൽ തീർച്ചയായിട്ടും ഒരു അല്പം പോലും വൈകാതെ മാറി താമസിക്കണമെന്നാണ് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്.